എന്തോടെ ഈ ഷേപ്പ്? ഒട്ടേറെ ഷേപ്പ്. വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കൂടെ ഉള്ളത് വൺസ് ഇന്ത്യൻ റോഡ് അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ലെജൻഡ് ആണ് കേട്ടോ. ദ വൺ ആൻഡ് ഓൺലി പ്രീമിയർ പത്മിനി. ശരിക്കും പറഞ്ഞാൽ 60s 70s എറയൊക്കെ ഇന്ത്യൻ കാർ മാർക്കറ്റ് അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന രണ്ടുപേരായിരുന്നു. ഒന്ന് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ അംബാസിഡറും മറ്റത് ഫിയറ്റിന്റെ അല്ലെന്നുണ്ടെങ്കിൽ പ്രീമിയർ ഓട്ടോമൊബൈൽ ലിമിറ്റഡ്സിന്റെ സ്വന്തം പ്രീമിയർ പത്മിനി. ഇത് ശരിക്കും റിവ്യൂ വീഡിയോ ഒന്നുമല്ല കേട്ടോ. ഇത് നമ്മുടെ ഫ്രണ്ടിന്റെ തന്നെ വണ്ടിയാണ്. അപ്പോൾ പുള്ളിയും വണ്ടിയും കൂടെ കണ്ട സ്ഥിതിക്ക് നമുക്ക് കുറച്ച് വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കേറിയാമെന്ന് വിചാരിച്ചു. അതിനുമ്പോൾ ഫിയറ്റിനെ പറ്റി ഒരു ഷോർട്ട് ഹിസ്റ്ററി പറയുകയാണെന്നുണ്ടെങ്കിൽ 1956 ഇന്ത്യൻ മാർക്കറ്റിൽ ഫിയറ്റ് എത്തുന്നത്. ഫിയറ്റിന്റെ ഫസ്റ്റ് മോഡൽ മില്ലിസെന്റോ ആയിരുന്നു. മില്ലിസെന്റോ, അത് കഴിഞ്ഞിട്ട് എലഗന്റ് വരുന്നു, പിന്നെ സെലക്ട്, സൂപ്പർ സെലക്ട്. ഈ രണ്ട് മോഡലും പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ ഡോറ്, നമ്മുടെ ഫ്രണ്ട് ഡോറൊക്കെ ബാക്കിലോട്ടായിരുന്നു തുറക്കുന്നത്. ആ ഒരു മോഡ് ഓഫ് ഡോർ തുറക്കുന്നതിനെ സൂസൈഡ് ഡോറിംഗ് എന്നായിരുന്നു കേട്ടോ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഒരു ടൈപ്പ് ഡിസൈൻ ആയിരുന്നു അതിന്റെ ഡോറിലും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഏകദേശം 1960 ഫിയറ്റിന്റെ 1100D 1100D എന്നാണ് അതിന് പറയുന്നത്, ഡിലൈറ്റ് എന്ന് പറയുന്ന മോഡല്. അതിനുശേഷം 1972 പ്രസിഡന്റ് വരുന്നു. അത് ഏകദേശം 1 വർഷമോ 2 വർഷമോ എങ്ങാണ്ട് പ്രൊഡക്ഷനിൽ ഉണ്ടായിരുന്നുള്ളൂ. കറക്റ്റ് അറിയത്തില്ല. എന്തായാലും വളരെ കുറച്ച് സമയം മാത്രമേ അത് പ്രൊഡക്ഷനിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊരു കാരണം എന്ന് പറയുന്നത് അതിന്റെ ആ പേര് തന്നെയായിരുന്നു. പ്രസിഡന്റ് എന്നുള്ള ആ പേര് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് യൂസ് ചെയ്യാൻ അനുമതി കൊടുത്തില്ല. അങ്ങനെ ആ പേര് മാറ്റിയിട്ട് 1974 തൊട്ടാണ് പ്രീമിയർ പത്മിനി എന്ന പേരിൽ ഇത് റീബാഡ് ചെയ്ത് ഈ വണ്ടി വരുന്നത്. 1956 വന്ന ഫിയറ്റിന്റെ മില്ലിസെന്റോ മുതൽ 2001 പത്മിനിയുടെ ലാസ്റ്റ് മോഡൽ S1 പ്രൊഡക്ഷനിൽ നിർത്തുന്നത് വരെ ഒരൊറ്റ എഞ്ചിനാണ് ഈ വണ്ടിക്ക് വന്നുകൊണ്ടിരുന്നത്. 1100 എന്ന് പറയുന്ന എഞ്ചിൻ തന്നെയാണ് ഈ വണ്ടിക്ക് വന്നുകൊണ്ടിരുന്നത്. അത് ഓരോ മോഡൽസ് മാറുമ്പോഴത്തേക്ക് പവറിലും കാര്യങ്ങളൊക്കെ വ്യത്യാസം വരുത്തി അവർ കുറച്ച് പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. പ്രസിഡന്റിൽ വരുമ്പോഴത്തേക്ക് ഏകദേശം 47 bhp ഒരു എഞ്ചിനാണ് വന്നുകൊണ്ടിരുന്നത്. പത്മിനി വന്നപ്പോഴത്തേക്ക് അത് 40 or 42 എന്തോ ആയി. അതുപോലെ തന്നെ ലാസ്റ്റ് പത്മിനി S1 വന്നപ്പോഴത്തേക്ക് അത് 50 bhp ഹോഴ്സ് പവറുള്ളൊരു എഞ്ചിനിലോട്ട് അത് മാറുകയും ചെയ്തായിരുന്നു. സൈഡ് പ്രൊഫൈലിൽ ഈ വണ്ടി കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഒരു സമയത്ത് ബോംബെ നഗരം അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന ടാക്സി ആയിരുന്നു കേട്ടോ ഈ പത്മിനി എന്ന് പറയുന്നത്. ആ സമയത്ത് അതിനെ കാലിപീരി ടാക്സി എന്നാണ് അറിയപ്പെടുന്നത്. കാലിപീരി എന്ന് പറയുന്നത് മഞ്ഞ കറുപ്പ് ആ ഒരു നിറത്തെയാണ് പറയുന്നത് കേട്ടോ. ആ ഒരു കളർ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഓർമ്മ വരുന്നുണ്ട്, നമ്മൾ മലയാളികൾക്കെല്ലാം ഓർമ്മ വരുന്നത് ബോംബെയിൽ നിന്ന് നമ്മുടെ ധർമ്മേന്ദ്രയും മണവാളനും നമ്മുടെ പത്മിനിക്കകത്ത് അവിടുന്ന് പുറപ്പെടുന്ന ആ ഒരു സീനല്ലേ ഓർമ്മ വരുന്നത്. അതുപോലെ തന്നെ ഈ വണ്ടി നമ്മുടെ ലാലേട്ടന്റെ കല്യാണത്തിന് മമ്മൂക്ക ജുബ്ബയൊക്കെ ഇട്ട് മുണ്ടൊക്കെ എടുത്ത് മീശയൊക്കെ പിരിച്ച് അടിപൊളിയായിട്ട് ഒന്ന് എടുത്തുകൊണ്ട് വന്നൊരു സീനൊക്കെ. അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിലിം സ്റ്റാഴ്സിന്റെ ഇടയ്ക്കും എലൈറ്റുള്ള ആൾക്കാരുടെ ഇടയിലും, അതായത് സമൂഹത്തിന്റെ ഒരു താഴെ തട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും അത്യാവശ്യം ടാക്സി എന്നുള്ള ഒരു രീതി തൊട്ട് ഹൈ ലെവലിൽ വരെയുള്ള ആൾക്കാരുടെ ഒരേപോലെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയായിരുന്നു പ്രീമിയർ പത്മിനി എന്ന് പറയുന്നത്. കാരണം അത്രയ്ക്ക് ഒരു അക്സെപ്റ്റൻസ് ഈ വണ്ടിക്ക് ആൾക്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു സത്യം. അപ്പൊ നമ്മുടെ കൂടെ ഇന്നുള്ളത് 87 മോഡൽ പ്രീമിയർ പത്മിനിയാണ് കേട്ടോ. 87 മോഡൽ കസ്റ്റം പെയിന്റ് ജോബ് ഒക്കെ ചെയ്ത് നല്ല കിടില ലുക്കിൽ കിടക്കുന്ന ഒരു വണ്ടിയാണ്. എന്തായാലും നമുക്ക് ഈ വണ്ടിയുടെ ഓണറിനെ ഇൻവൈറ്റ് ചെയ്യാം. നമ്മുടെ ഫ്രണ്ടാണ് ഭരത് ബ്രോ, പുള്ളിയുടെ ആണ് ഈ വണ്ടി. അപ്പൊ പുള്ളിയോട് നമുക്ക് ഈ വണ്ടിയുടെ കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം. ബ്രോ, വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ. പെട്രോൾ എഞ്ചിനാണ്. ഇപ്പോഴും ഫുള്ള് മാക്സിമം പറ്റുന്ന രീതിയിലെല്ലാം നമ്മൾ ഒറിജിനാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സ്റ്റോക്ക് ആയിട്ട് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ കുറച്ച് സാധനങ്ങൾ നമ്മൾ കാലക്രമേണ നമ്മൾ മാറേണ്ട സാധനങ്ങൾ മൊത്തം അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. കാലത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ ചെറിയ രീതിയിൽ. കാര്യം ഫ്യൂൽ പമ്പൊക്കെ നമ്മൾ മെക്കാനിക്കൽ മാറ്റിയിട്ട് ഇലക്ട്രോണിക്കലാക്കിയിട്ടുണ്ട്. പിന്നെ കോയിൽ നമുക്കിപ്പോൾ കിട്ടുന്നത് അത്ര പ്രോപ്പറായിട്ടുള്ളതല്ല. TVS എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ട്രസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ സെന്നിൻ്റെയൊക്കെ നമ്മൾ ആൾട്ടർ ചെയ്ത് കയറ്റി അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ പരിപാടികൾ മാറ്റി ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ചെയ്തപ്പോഴത്തേക്ക് വണ്ടി എത്തിക്കൂടി ബെറ്റർ ആയിട്ട് പെർഫോമൻസും കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാറ്റുന്നുണ്ട്. ഫിയറ്റിന് പൊതുവേ ഉള്ളൊരു ചീത്തപ്പേര് എന്ന് പറയുന്നത് മൈലേജ് കുറവാണെന്നുള്ളതാണ്. വണ്ടി ഹെവി ആയതുകൊണ്ട് ഇതിന് എങ്ങനെ ഉണ്ടാ കാര്യത്തില്? മൈലേജ് കുഴപ്പമില്ല. ഒരു അറൗണ്ട് ഒരു 13 കിലോമീറ്റർ കിട്ടുന്നുണ്ട്. സിറ്റിയിലോ ഹൈവേയിലോ? നമുക്ക്
സാധാരണ എനിക്കങ്ങനെ ലോങ് അങ്ങനെ ഞാൻ അങ്ങനെ പോകാറില്ല, വല്ലപ്പോഴും ഉള്ളൊരു പോക്കേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ലോങ് പോകുമ്പോഴത്തേക്ക് 13 കണ്ടരാണേലും കിട്ടുന്നുണ്ട്. പിന്നെ ഷോർട്ടൊക്കെ ഓടുമ്പോഴത്തേക്ക് സാധാരണ നമ്മൾ ഇറക്കും അടിക്കും അങ്ങനെ ഓടുന്നു. 13 കിലോമീറ്റർ മൈലേജ് എന്തായാലും കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ഊഹം. മെയിൻ്റനൻസ് എങ്ങനെയുണ്ട്? മെയിൻ്റനൻസ് വലിയ കുഴപ്പമില്ല. പീരിയോഡിക്കൽ സർവീസ് കാര്യങ്ങളൊക്കെ അങ്ങനെ പ്രത്യേകിച്ചായിട്ട് അങ്ങനെ മെയിൻ്റനൻസ് ആയിട്ടൊന്നുമില്ല. സാധനം എല്ലാം പഴയ വണ്ടി ആയതുകൊണ്ട് അത് ബിൽഡ് ടു ലാസ്റ്റ് ആണല്ലോ, അപ്പോൾ വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പണിഞ്ഞാൽ മതി. അതും ഒട്ടുമിക്കത് റീപ്ലേസ്മെന്റിന്റെ ആവശ്യമില്ല, ആ സാധനം തന്നെ സർവീസ് കൊടുത്ത് അത് പണിഞ്ഞെടുക്കാൻ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കൈ കടിക്കത്തില്ല എന്ന് പറയാം. മെയിൻ്റനൻസ് കുറവാണ്. അങ്ങനെ ഇതിപ്പോ വല്ലപ്പോഴും ഒക്കെ ഉപയോഗിക്കത്തുള്ളൂ അതോ ഡെയിലി ഡ്രൈവ് ആ ഒരു രീതിയിൽ ഉപയോഗിക്കില്ല? ഇത് വീക്കെൻഡ് ഡ്രൈവിനായിട്ടുള്ള വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ സർവീസ് കോസ്റ്റ് കുറവാണ്, മെയിൻ്റനൻസ് കോസ്റ്റ് കുറവാണ്, പിന്നെ ഫ്യൂൽ എഫിഷ്യൻസി അത്യാവശ്യമുണ്ട്. കുഴപ്പമില്ല. നമ്മൾ പറഞ്ഞ വീക്കെൻഡിൽ ഓടിക്കുമ്പോഴത്തേക്ക് നമുക്കതൊരു ചിന്തിക്കാറില്ല. പിന്നെ ഈ പെയിന്റ് ജോബിനെ പറ്റി പറയുമ്പോഴത്തേക്ക് ഈ കളർ എടുത്തു പറയേണ്ട ഒരു കാര്യം കേട്ടോ. കസ്റ്റം പെയിന്റ് ജോബാണ്, അടിപൊളിയായിട്ട് നല്ല എരിച്ച് നിൽക്കും കേട്ടോ വണ്ടിയിൽ. വണ്ടി എവിടെ കൊണ്ടിട്ടായാലും നല്ലൊരു ഒരു റോഡ് പ്രസൻസ് ഉണ്ട് നല്ലോണം. ഇത് ഞങ്ങൾ വീട്ടിൽ തന്നെ ബ്രദർ പെയിന്റ് അടിച്ച് വന്നതാണ്. കാര്യം ഞങ്ങളിത് ആക്ച്വലി ഒരു ലൈറ്റ് ബ്ലൂ ആയിരുന്നു ഞങ്ങളിത് വായിച്ച സമയത്ത്. എന്നിട്ട് ഞങ്ങൾ പിന്നെ എനിക്ക് ചെറുതായിട്ടൊന്ന് ആക്സിഡന്റ് ഒക്കെ ആയ സമയത്ത് അച്ഛനാണ് ഇതിന്റെ പെയിന്റ് വെക്കുന്ന പരിപാടിയിലൊക്കെ പോകുന്നത്. അപ്പോൾ പുള്ളി ഇതിനൊരു ഗ്രേ കളർ അടിച്ചു. അപ്പോൾ അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അങ്ങനെ ഞാനും ചേട്ടനും കൂടെ വീട്ടിൽ നിന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിൽ തന്നെ പെയിന്റ് അടിച്ച് ഈ കളറാക്കി ഒരു 3-4 വർഷമായി. 3-4 വർഷമല്ലേ? പക്ഷെ എന്തായാലും കൊള്ളാം കേട്ടോ, ഈ ഒരു കളർ നല്ല രസമായിട്ടുണ്ട്. വണ്ടി നല്ല റോഡ് പ്രസൻസ് ഉണ്ട്. ഇപ്പൊ ബ്രോ എന്തുകൊണ്ട് പത്മിനി? എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി എനിക്ക് പണ്ടുപോലെ വീട്ടിൽ അംബാസിഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ അന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഫിയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വാങ്ങിക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംബാസിഡറാണ് എത്തിക്കൂടി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പം, അതുകൊണ്ട് അന്ന് മേടിക്കാൻ പറ്റിയില്ല എന്നൊക്കെ ഇങ്ങനെ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കങ്ങനെ ഇത് അത്ര അന്ന് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന വണ്ടിയല്ല. പിന്നെ എനിക്കൊരു 18 വയസ്സൊക്കെ ആയ സമയത്ത് ഞാനിങ്ങനെ നോക്കിയൊരു പണിയൊരു ഫാമിലി പോകുന്നത് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ അച്ഛനോട് പറഞ്ഞ വയസ്സാകുമ്പോൾ അച്ഛന് ഇതിനകത്തൊരു വണ്ടി മേടിച്ച് തരാം. അപ്പോൾ അന്ന് ഞങ്ങളുടെ ഒരു ആൾട്ടോ ആയിരിക്കും. അപ്പോൾ ആ ആൾട്ടോ എനിക്ക് തരണം, ഇത് അച്ഛനെ ഞാനത് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു എനിക്കിതൊന്നും വേണ്ട, എനിക്ക് പഴയൊരു ഫിയറ്റ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അന്ന് OLX ഒക്കെ വന്ന സമയം അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഈ ഒരു വണ്ടി കണ്ടു. അപ്പോൾ ഈ ഒരു ബ്ലൂ കളറും ലൈറ്റ് ബ്ലൂ കളറായിരുന്നു ഇത് നേരത്തെ. അപ്പോൾ ആ കളറും ഈ ഒരു KR നമ്പറും കണ്ടപ്പോൾ നമ്പറിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് KRU ആണ് കേട്ടോ വരുന്നത്. ഓക്കെ. അപ്പോൾ ബാക്കി പറഞ്ഞു അച്ഛൻ എയർഫോഴ്സിലായിരുന്നു വർക്ക് ചെയ്തത്. അപ്പോൾ പുള്ളിക്ക് ബ്ലൂ കളർ കണ്ടപ്പോൾ ഒരു അറ്റാച്ച്മെന്റ് തോന്നി. അപ്പം സംഭവം ഞാൻ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞാലും പുള്ളിയുടെ പൈസയ്ക്കാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ OLX ഇങ്ങനെ കണ്ടു. അപ്പം അന്ന് ആക്ച്വലി അച്ഛനൊരു എയർഫോഴ്സിന്റെ മീറ്റിങ്ങിന് പോകണമായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങളിങ്ങനെ കാറിൽ പോയപ്പോഴത്തേക്ക് ഈ സംഭവങ്ങൾ നടക്കും. അപ്പോൾ അച്ഛൻ മീറ്റിങ്ങിന് പോയ സമയത്ത് ഞാൻ ഈ വണ്ടിയുടെ ഓണറിനെ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ സംസാരിച്ചപ്പോൾ പുള്ളി ഓക്കെ നമുക്ക് വണ്ടി എടുക്കാം, ഇങ്ങനെ വന്നാൽ മതി. വണ്ടി തൃശ്ശൂരായിരുന്നു ആക്ച്വലി കിടന്ന്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി നോക്കാം, അടുത്ത വീക്ക് സൺഡേ പോയി നോക്കാമെന്നൊക്കെ പറഞ്ഞു വെച്ചിരുന്നു. അപ്പോൾ വന്ന വഴിക്ക് ഞങ്ങളൊരു ഫിയറ്റ് ഡീസൽ വണ്ടി കണ്ടു. ഓക്കെ. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ ഡ്രൈവ് ചെയ്തപ്പോൾ അച്ഛൻ പറഞ്ഞു വേണ്ട എനിക്ക് പെട്രോൾ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെട്രോൾ വരുമ്പോഴത്തേക്ക് എഞ്ചിൻ കുറച്ചുകൂടി എഞ്ചിൻ അച്ഛനെത്തി കൂടി പെട്രോൾ വണ്ടികളോടാണ് ഇൻട്രസ്റ്റ്. അങ്ങനെ പെട്രോൾ എടുത്തതാണ്. ഇത് ശരിക്കും അപ്പം ഡീസൽ എഞ്ചിനും വരുന്നുണ്ട്? ഡീസൽ എഞ്ചിനും വരുന്നുണ്ട്. അത് 93 ആണെന്ന് തോന്നുന്നു ഡീസൽ എഞ്ചിൻ വരുന്നുണ്ട്. ഡീസൽ എഞ്ചിൻ വരുന്നുണ്ട്. അപ്പോൾ അച്ഛനാണെന്നുണ്ട് അംബാസിഡറൊക്കെ ഉണ്ടായിരുന്നത് ഡീസലായിരുന്നു. പുള്ളിക്കാരനെ അപ്പോൾ ഇതൊന്ന് പെട്രോൾ തന്നെ എടുക്കണം എന്നുള്ളൊരു പെട്രോൾ വണ്ടി തന്നെ വേണം, അതുകൊണ്ട് പെട്രോളിലോട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് കുറച്ചുകൂടി ആ ഒരു പവർ കാര്യങ്ങൾ, പവർ ഔട്ട്പുട്ടും കാര്യങ്ങളും? അത് പെട്രോൾ തന്നെയാണ്. നമുക്ക് ഓടിക്കാനായിട്ടുള്ള ഒരു ഇതെല്ലാം പെട്രോൾ തന്നെയാണ്. ഡീസലാകുമ്പോൾ നമുക്ക് മൈലേജ് ഉണ്ടാവും, പക്ഷേ ആ ഒരു മെയിൻ്റനൻസ് എല്ലാം ഫിയറ്റ് ആക്ച്വലി മെയിൻ്റനൻസ് ഫ്രീ ആണ്. ഒരു വലിയ ശല്യമില്ലാത്ത വണ്ടിയാണ്. നമുക്ക് മേടിച്ചിട്ട് കഴിഞ്ഞ് ഇങ്ങനെ നമുക്ക് തുരുമ്പൂരും അങ്ങനെ കയറില്ല. അംബാസഡർ തുരുമ്പ് കയറുമെന്ന് നമ്മൾ പറയാറില്ല. ഞങ്ങളുടെ വണ്ടിയൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ സ്ക്രാപ്പ് ചെയ്യേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. ഇപ്പം തന്നെ ഇത് ഇപ്പം ഇതെല്ലാം ചെയ്ത് ഏകദേശം ഒരു 7 വർഷം അടുപ്പിച്ചായി. അല്ല, പാച്ച് വർക്ക് നമ്മൾ ഫസ്റ്റ് എടുത്ത സമയത്ത് ആക്ച്വലി ഇത് തൃശ്ശൂരിന് എടുത്തിട്ട് വരുന്നത്. ഞാൻ അത് ചോദിക്കാൻ എടുത്ത സമയത്ത് എങ്ങനെയുണ്ടായിരുന്നു? സമയത്ത് അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത്തിരി പരിതാപകരമായിരുന്നു ആക്ച്വലി. ഇപ്പം സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളന്ന് ഇവിടെ നിന്ന് തൃശ്ശൂർ വരെ ട്രെയിനിൽ പോയിട്ട് എറണാകുളത്ത് ട്രെയിനിൽ വന്നിറങ്ങിയിട്ട് അവിടെ നിന്ന് പിന്നെ ബസ് കയറിയാണ് തൃശ്ശൂർ വന്നിറങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ ആ ബസ്സിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഈ വണ്ടി ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഫീലായിരുന്നു ഇങ്ങനെ കാണാനായിട്ട്.
അപ്പോൾ ഞാൻ അപ്പം തന്നെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത് കണ്ടന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു, നമുക്ക് ഇത് മേടിച്ചിട്ട് തന്നെ പോകണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ചെന്ന് ഓടിച്ച് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ എൻ്റെ ഇരിക്കുന്നത് 2007 ആൾട്ടോയാണ്. അപ്പോൾ അത് പവർ സ്റ്റിയറിങ്ങും കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ അച്ഛൻ ഈ വണ്ടി ഓടിച്ചപ്പോൾ ഇതിൻ്റെ സ്റ്റിയറിങ് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പുള്ളി പണ്ട് ഓടിച്ചിട്ടുണ്ടെങ്കിലും കുറേ നാളുകൊണ്ട് ഞങ്ങൾ ആൾട്ടോയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് ഓടിച്ചപ്പോൾ സ്റ്റിയറിങ് ഭയങ്കര ബട്ടർ സ്മൂത്ത് ആയിട്ട് തോന്നിയപ്പോൾ പുള്ളി ഭയങ്കരമായിട്ടൊന്ന് അതിശയിച്ചു. അപ്പോൾ ഇത് കൊള്ളാം, അങ്ങനെ ആ ഒരു രീതിയിൽ അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ സ്റ്റിയറിംഗ് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഹാൻഡിൽ ഗിയറും കാര്യങ്ങളൊക്കെയാണ്. അപ്പം പുള്ളിക്ക് പണ്ടത്തെ അംബാസഡർ ഹാൻഡിൽ ഗിയറും കാര്യങ്ങളൊക്കെ അപ്പോൾ ആ ഒരു ഇതൊക്കെ നൊസ്റ്റാൾജിയൊക്കെ അടിച്ച് എങ്ങനെയാലും പുള്ളി അപ്പോൾ തന്നെ മേടിച്ച് ഞങ്ങൾ അത് അവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് ഓടിച്ച് രാത്രി ഞങ്ങൾ അപ്പോൾ എടുത്തുകൊണ്ട് വന്ന സമയത്ത് ആക്ച്വലി വണ്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മളെ എൻജിൻ വെച്ചേക്കുന്ന ഒരു ചേസ് ഉണ്ട്, അത് ആക്ച്വലി പൊട്ടിരിക്കുമായിരുന്നു. പിന്നെ ടയറെല്ലാം അവസ്ഥയായിരുന്നു, ലൈറ്റ് വർക്ക് ആവില്ലായിരുന്നു, ഒരു വൈപ്പർ വർക്ക് ആവില്ലായിരുന്നു, ഗ്ലാസ് താന്ന് നടക്കുക, ഡ്രൈവർ സൈഡിൽ ഗ്ലാസ് താന്ന് നടക്കുക, ആ ഗ്ലാസ് കയറ്റാൻ പറ്റില്ല. അന്ന് വന്ന വഴിക്ക് പെരുമഴയായിരുന്നു. അങ്ങനെ പിന്നെ എനിക്കും അച്ഛനും അത്യാവശ്യം നല്ല ക്രേസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ പാട്ടും പാടി ഓടിച്ച് റേഡിയേറ്റർ ഓട്ടയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്ന വഴിക്ക് ഒരു കടയിൽ കയറി 2 തോർത്തൊക്കെ വാങ്ങിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിർത്തും, ഗ്ലാസ് തുറയ്ക്കും, ഇങ്ങനെ വെള്ളം മറ്റേ പമ്പിൽ കയറി വെള്ളം എടുക്കും, ഒഴിക്കും, അങ്ങനെയൊക്കെ ഓടിച്ച് എക്സ്പീരിയൻസ് ആയിരുന്നു. കൊണ്ടുവന്ന ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ വരെ ഓടിച്ചു കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി പുള്ളിക്കാരൻ എന്തായാലും നമ്മളെ പ്രസവത്തിയാണ്, പറ്റിക്കില്ല. അവസ്ഥ കണ്ടീഷനിൽ ആ ദൂരത്ത് നിന്ന് എത്രയും ദൂരം ഏകദേശം ഇത്രയും ഇവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് കൊല്ലം വരെ ഓടി വരാനാണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ഒരു കുഴപ്പമില്ലാണ്ട് ഓടി വന്നപ്പോഴത്തേക്ക് നമുക്ക് ആളിനോട് ഒരു ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് തോന്നി. അപ്പൊ അങ്ങനെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തു. കേട്ടിട്ട് തന്നെ നമുക്ക് ഇത്ര ഒരു അവസ്ഥ കണ്ടീഷനിലാണെങ്കിൽ പോലും വണ്ടി അവിടെ നിന്ന് ഇവിടെ വരെ ഓടിയെത്താന്ന് പറയുമ്പോണ്ടല്ലോ ഒരു സംഭവം. പിന്നെ അച്ഛന് പിന്നെ ഒരു അന്ന് എനിക്ക് ലൈസൻസ് ഇല്ലായിരുന്നു ആക്ച്വലി. അപ്പം എനിക്ക് ലേണേഴ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അച്ഛൻ തന്നെ ഫുള്ള് ത്രൂ ഔട്ട് അവിടെ നിന്ന് ഇവിടം വരെ ഓടിച്ചത്. അച്ഛനൊരു ക്ഷീണമോ കാര്യങ്ങളോ ഒന്നുമില്ല, കാര്യം ഈ ബെഞ്ച് സീറ്റും കാര്യങ്ങളാണ്, സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അച്ഛനാണെന്നുണ്ടെങ്കിൽ നല്ല ഹൈറ്റും കാര്യങ്ങളുണ്ട്. എന്നിട്ടും പുള്ളിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട്, സാധാരണ പുള്ളി വണ്ടിയൊക്കെ ഓടിക്കുകയും ഭയങ്കര ക്ഷീണം കാണിക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഓടിച്ചിട്ട് ഒരു ക്ഷീണമോ തളർച്ചയോ ഒന്നുമില്ല, പുള്ളി ഭയങ്കര ഹാപ്പി ആയിട്ട് അങ്ങനെ ചെയ്യുക. പിന്നെ നമ്മൾ ഓരോ സാധനങ്ങൾ നമ്മൾ തന്നെ പലതും നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാൻ നോക്കും. പിന്നെ ചെയ്യാൻ പറ്റാത്തത് നമ്മൾ വീട്ടിലിരുന്നൊക്കെ ഇളക്കിയൊക്കെ നോക്കി, അങ്ങനെയൊക്കെ ഓരോ പല കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. പിന്നെ നമുക്കിവിടെ അടുത്ത് തന്നെ അങ്കിളിൻ്റെ വർക്ക്ഷോപ്പ് ഉണ്ട്. അപ്പം അവിടെ നല്ല വർക്കെല്ലാം ഇപ്പോൾ അങ്കിളിൻ്റെ അവിടെ നിന്നാണ് ചെയ്യുന്നത്. വണ്ടി വേറെ ഇപ്പം നമുക്ക് വേറെ മെയിൻ്റെനൻസിന് വേണ്ട ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്കിളിനെ വിളിച്ച് പറഞ്ഞാൽ ഞങ്ങളും അല്ല ചേട്ടനെ വന്ന് വണ്ടി എടുത്തിട്ട് പോകും, അങ്ങനെ കൊണ്ടുവരണം, വീട്ടിൽ കൊണ്ടു തന്നോളും, പ്രശ്നമൊന്നും കാര്യങ്ങൾ നമുക്ക് എത്തിക്കും. സത്യം പറഞ്ഞ ഒരു വില്ലേജ് വണ്ടി കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു ക്ലാസിക് വണ്ടി കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ അറിയാവുന്ന ഒരു നല്ല മെക്കാനിക്കും കൂടെ വേണം. ഇപ്പം അങ്കിൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾ സത്യം പറഞ്ഞ് ഇതുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ പോകുന്നു. അപ്പം ഞങ്ങൾക്ക് അതുപോലെ തന്നെ ഇത് വണ്ടി കണ്ടിട്ട് തന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ വണ്ടി എനിക്ക് ഇതിനൊക്കെ ഇങ്ങനെ തരാറുണ്ട്. അപ്പം ഞാനിങ്ങനെ അങ്കിളിൻ്റെ വർക്ക്ഷോപ്പിലോട്ട് റെക്കമെൻഡ് ചെയ്ത് വിടും. അപ്പോൾ എനിക്ക് അങ്കിളും ഒരു പോക്കറ്റ് മണി തരും, അതുപോലെ തന്നെ നമ്മളെ ഫ്രണ്ട്സ് ഇതിനൊക്കെ പോക്കറ്റ് മണിയൊക്കെ തരും, അങ്ങനെയുള്ള പരിപാടികൾ. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് എൻ്റെ പെട്രോൾ അടിച്ച് കറങ്ങാനുള്ള പരിപാടി ഇങ്ങനെ നടക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ എന്നുള്ളത് 1987 മോഡൽ പ്രീമിയർ പദ്മിനിയാണ്. നമ്മുടെ വണ്ടിയുടെ ഓവറോൾ ഫ്രണ്ട് ലുക്ക് വരുമ്പോഴത്തേക്ക് ഇങ്ങനെയാണോ വരുന്നത്. ബോണറ്റ് കുറച്ച് ഫ്രണ്ടിലോട്ട് സ്ലാൻഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് വരുന്നത്. 2 റൗണ്ട് ഹെഡ് ലാമ്പ് വരുന്നു. ഗ്രില്ല് അത്യാവശ്യം വലിയൊരു ഗ്രില്ലാണ് വരുന്നത്. അത് പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ്. അതിൻ്റെ നടുക്കായിട്ട് ഇതവിടെ പ്രീമിയർ ഓട്ടോമൊബൈൽ ലിമിറ്റഡ്സിൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. ബമ്പർ സ്റ്റീലിൻ്റെ ബമ്പറാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റ് നമുക്ക് കാണാം KRU 5448. മൊത്തത്തിൽ ഒരു കേർവി പ്ലസ് സ്ട്രൈറ്റ് കട്ട് ഡിസൈൻ രണ്ടും കൂടി മേർജ് ആവുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് കേട്ടോ വരുന്നത്. ഇവിടുന്ന് സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു സിൽവർ ക്ലാഡിങ് തുടക്കം മുതൽ അവസാനം വരെ പോയിരിക്കുന്നതാണ്. ബ്രോ, ഇത് ശരിക്കും ഉണ്ടായിരുന്നാണോ നമ്മൾ ചെയ്തതാണോ? ഇതെല്ലാം കമ്പനി ഫിറ്റിംഗ് വരുന്നത്. ഓക്കെ. പിന്നെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടിൻഡഡ് ഗ്ലാസ് ആക്ച്വലി ഇത് ഡ്യൂലെക്സിന് വരുന്നതാണ്. ഓക്കെ. ഒറിജിനൽ ടിൻഡഡ് ഗ്ലാസ് ആണ്. ഇത് ടിൻഡഡ് ഗ്ലാസ് ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക. ആരും വീഡിയോ കണ്ടിട്ട് നമ്പർ പ്ലേറ്റ് MVDക്ക് അയച്ചു കൊടുക്കണ്ട. ഇത് ടിൻ സ്റ്റിക്കർ അല്ല, ഒറിജിനൽ ടിൻഡഡ് ഗ്ലാസ് ആണ്. അപ്പോൾ ഇത് അതേ കണക്കാൻ ഒറിജിനൽ സാധനം തന്നെ. ഇത് വേറൊരു ഫ്രണ്ട് വഴി സോഴ്സ് ചെയ്ത് എടുത്തതാണ്. പുറത്ത് പോയി ഞങ്ങൾ അവിടെ നിന്ന് കളക്ട് ചെയ്തുകൊണ്ടുവന്ന. അച്ഛന് ഞാൻ പറഞ്ഞില്ല, അച്ഛന് ക്രൈസ് ഉള്ളത് കൊണ്ട് പുള്ളിയും ഞാനും കൂടി പിന്നെ ഒരു കസിനും കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടി ഇവിടെ നിന്ന് മലപ്പുറത്ത് പോയി അറേഞ്ച് ചെയ്തുകൊണ്ട് വന്നതാണ്. പിന്നെ സീറ്റ് വർക്കുകളെല്ലാം നമ്മള് ബെഞ്ച് സീറ്റാണ്. ഇതെല്ലാം ഇപ്പം അടിച്ചെടുത്തതാണ് ഫുള്ളായിട്ട്. ഓക്കെ. അതുപോലെ ഡോർ ഹാൻഡിൽ അല്ല, ഡോർ ലാച്ച് ആണ് വരുന്നത് അല്ലേ? ഇവിടെ ഡോർ ലാച്ച് ആണ് വരുന്നത്. ഇത് ലോക്ക് മാത്രമേ മുകളിലോട്ട് മാത്രമേ ആക്കാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് ലോക്ക് ആവും? ഇല്ല, ഇത് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി. ഓക്കെ. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വരുമ്പോഴത്തേക്ക്
ഒരു 2 സ്പോക്ക് വലിയ സ്റ്റിയറിംഗ് വീലാണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കോളം ഷിഫ്റ്റ് ഗിയർ ഇവിടെ വരുന്നുണ്ട്. അകത്ത് ഈ ലൈറ്റ് സ്റ്റോക്ക് ആണോ ബ്രോ? സ്റ്റോക്ക് ലൈറ്റ്സ് അല്ലേ? ഡോർ തുറക്കുമ്പോഴത്തേക്ക് അവിടെ 2 സ്റ്റോക്ക് ലൈറ്റ്സ് എത്തുന്നുണ്ട്. ബെൻസീറ്റ് ആണ്, നല്ല കംഫർട്ടബിൾ ആണ്. നമ്മുടെ മീറ്ററിലേക്ക് വരുമ്പോഴത്തേക്ക് സ്പീഡോമീറ്റർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ടെമ്പറേച്ചർ, ഇഗ്നീഷൻ്റെ 1-2 ചെറിയ ഇൻഡിക്കേഷൻസും കാര്യങ്ങളും, ഫ്യൂൽ ഗേജ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരുന്നുള്ളൂ. വളരെ ബേസിക് ആണ്, ഒരു കുഞ്ഞ് ക്ലസ്റ്റർ ആണ് അവിടെ വരുന്നത്. അതുപോലെ തന്നെ ഇത് വൈപ്പറിന്റെ സ്വിച്ചസ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. കീ ഇടുന്നത് ഇവിടെ അല്ലേ? ആഹാ, ഓക്കെ ഓക്കെ. സീറ്റ് വലിക്കുന്നവർക്ക് ഇങ്ങനെയാണ്. ഇത് ആഫ്റ്റർ മാർക്കറ്റ് അല്ലേ മിറർ? ഇത് ഒറിജിനൽ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ടല്ലേ? ഓക്കെ. പിന്നെ ഓഫ് കോഴ്സ് ചൂടായതുകൊണ്ട് ഫാൻ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു വലിയ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് കേട്ടോ ഈ വണ്ടിയിൽ. ഇതെന്താണ് ബ്രോ ഈ സ്വിച്ച്? എയർ ഹോണിന്റെ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഗ്ലൗ ബോക്സ്, ഓക്കെ ഓക്കെ. സ്റ്റോറേജ് അങ്ങനെ വരുന്നു. ഈ ലൈറ്റ് ആഫ്റ്റർ മാർക്കറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് മാറ്റിയിട്ടുണ്ടോ? റൂഫ് ചെയ്തല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബാക്കിലേക്ക് വരുമ്പോൾ ബാക്കിലാന്ന് തോന്നല്ലേ ഇതിന്റെ സുഖം മുഴുവൻ ഇരിക്കുന്നത്. സോഫയിലിരിക്കുന്ന ഫീല് കേട്ടോ. ഇവിടെ ഈ നെക്ലസ്റ്റ് ഒക്കെ വരുന്നോണ്ട് ബാക്കി ഇരിക്കാൻ നല്ല സുഖമുണ്ട് കേട്ടോ. എക്സ്ട്രാ ആഡ് ചെയ്തല്ലേ? ഓക്കെ. നല്ല സുഖമുണ്ട് കേട്ടോ. നിന്ന് നടു കഴിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഇരിക്കാൻ ഭയങ്കര സുഖമുണ്ട് ഈ സീറ്റ്. ബാക്കിലായിട്ട് ഇതേ ഒരു ചെറിയ പാഴ്സൽ ട്രേ വരുന്നുണ്ട്. അവിടെ കുഞ്ഞ് 2 സ്പീക്കർ കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നു. ലെഗ് റൂം ഒക്കെ ഡീസന്റ് സൈസ് എന്ന് തന്നെ നമുക്ക് പറയാം. ഫിയറ്റിന്റെ ഈ ഒരു ഡിസൈനിന്റെ പ്രത്യേകതയായിരുന്നല്ലേ റിയർ ഗ്ലാസ് ഇങ്ങനെ കാണാൻ പറ്റുന്നല്ല, വളഞ്ഞകത്തോട്ട് വരും, നമ്മുടെ സി പില്ലറിലോട്ട് വരുന്ന പോലെ. അതുപോലെ തന്നെ ഒരു സ്ട്രൈപ്സ് കാര്യങ്ങളൊക്കെ അത് ബോഡിയിൽ തന്നെ വരുന്നത്. അതുപോലെ ടയർ സൈസ് എത്ര ബ്രോ വരുന്നത്? ആക്ച്വലി ഇതിപ്പോ റേഡിയൻ ടയർ ആക്കിയേക്കുവാണ്. നേരത്തെ നൈലോൺ ടയർ ആയിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ നൈലോൺ ടയറിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനായിട്ട് ഇത്തിരി ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അതുമല്ല ഇത് റേഡിയൽ ആകുമ്പോഴത്തേക്ക് ഓടിക്കാൻ ഇത്തിരി കംഫർട്ടും കൂടെ ഒക്കെ ഫീൽ. ഇപ്പോഴത്തെ നമ്മുടെ റോഡിന്റെ ഒരു അവസ്ഥ ഗട്ടറിലൊക്കെ വീണ് കഴിഞ്ഞാൽ മറ്റാണെന്നുണ്ടെങ്കിൽ ഒരു അടിയും കാര്യങ്ങളൊക്കെ. ഇതാകുമ്പോഴത്തേക്ക് ഇത്തിരി ഒരു കംഫർട്ട് എനിക്ക് ഫീൽ ചെയ്തു പേഴ്സണലായിട്ട്. ഞാൻ തന്നെ അവിടെ നമ്മൾ വണ്ടിയുടെ റിയറിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതാ ഒരു ബോട്ടിന്റെ ഷേപ്പിൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്പെറിക്കൽ ഡ്രോപ്പ് ആ ഒരു ഷേപ്പിൽ വരുന്നതാണ് ഇതിന്റെ ടെയിൽ ലാമ്പ് എന്ന് പറയുന്നത്. ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ബ്രേക്ക് ലൈറ്റും ഇൻഡിക്കേറ്റർ മാത്രമേ ഉള്ളൂ. ആ ഒരു സമയത്തൊന്നും റിവേഴ്സ് ലൈറ്റ് ഇല്ല എന്നുള്ളതാണ് സംഭവം. അതുപോലെ തന്നെ ബാക്കിൽ നമ്പർ പ്ലേറ്റിന്റെ 2 സൈഡിലായിട്ട് സ്റ്റീലിന്റെ 2 ക്ലാഡിങ്, അതുപോലെ തന്നെ ബാക്കിലായിട്ട് ബമ്പർ, ഫ്രണ്ടിലെ പോലെ തന്നെ സ്റ്റീലിന്റെ ആ ഒരു ബമ്പർ കാര്യങ്ങളൊക്കെ വരുന്നു. വണ്ടി കുറച്ച് താന്നിരിക്കുകയാണ് കേട്ടോ ബാക്ക് വശം കൊണ്ടൊക്കെ. പിന്നെ അവിടെ നിന്ന് വരുമ്പോൾ ഇവിടെയാണ് നമ്മുടെ പെട്രോൾ ലിഡ് കാര്യങ്ങളെല്ലാം വരുന്നത്. ഫ്യൂച്ചറിൽ എന്തെങ്കിലും അപ്ഡേഷൻസോ കാര്യങ്ങളൊക്കെ പ്ലാൻ? ഇപ്പം ജോബിന് വേണ്ടിയിട്ടുള്ള പഠിത്തങ്ങളും കാര്യങ്ങളും. അപ്പം ജോബ് കിട്ടിയതിന് ശേഷം ഇതൊന്ന് ഫുള്ളായിട്ടൊന്ന് സ്കിപ്പ് ചെയ്ത് മൊത്തത്തിൽ സാൻഡ് ബ്ലാസ്റ്റ് ഒക്കെ ചെയ്തൊന്ന് എൻ്റെ ഒരു പ്ലാനിൽ ഇതൊന്ന് ഫുള്ളി റീസ്റ്റോർ ചെയ്യണം. കുറേ സ്പേഴ്സ് എല്ലാം വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. കളക്ട് ചെയ്യാൻ തുടങ്ങിയല്ലേ? കളക്ഷനൊക്കെ വണ്ടി വാങ്ങിച്ച സമയം മുതൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഇനി ബിൽഡ് ചെയ്യാനായിട്ട് ഒന്നേന്ന് പറഞ്ഞാൽ ബോഡി ഫുള്ള് സ്ട്രിപ്പ് ചെയ്തിട്ട് സൺ ബ്ലാസ്റ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് തുടങ്ങാൻ ചെയ്യാനായിട്ടുള്ള പ്ലാൻ. അപ്പോൾ എന്തായാലും അതൊരു ഹ്യൂജ് സക്സസ് ആവട്ടെ. ഇനി കുറേ നാളുകൾക്ക് ശേഷം ഈ വണ്ടി അടിപൊളി ഒരു ഫോമിൽ നമുക്ക് നമ്മുടെ ചാനലിൽ തന്നെ കാണാൻ പറ്റട്ടെ. എന്തായാലും ഇത്രയും നല്ലൊരു വണ്ടി നമുക്ക് വേണ്ടി കൊണ്ടുവന്നതിന് ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.